ഇൻസ്റ്റാഗ്രാമിനകത്ത് ഒത്തിരി കമൻ്റ് ഉണ്ടായിരുന്നു. സാരി ഉടുക്കുന്ന വീഡിയോ ഒന്ന് സ്ലോ ആയിട്ട് കറക്റ്റായിട്ട് പറഞ്ഞു തരാമോ ചേച്ചി. അപ്പോൾ ഞാൻ കരുതി എന്നാൽ പിന്നെ യൂട്യൂബിനകത്തൊരു വീഡിയോ ആവുമെന്ന്. അപ്പോൾ നമുക്ക് ആദ്യം ഫ്രണ്ട് പ്ലീറ്റ് എടുക്കുന്നതിന് തുടങ്ങാം. ആദ്യം ഈ രണ്ട് കൈയിലെ വിരലുകൾ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് അടുത്ത രണ്ട് വിരലിൻ്റെ ഇടയിലേക്ക് സാരിയുടെ ഒരു തുമ്പ് വെച്ചിട്ട് ഫ്രണ്ടിലോട്ട് ദെൻ ബാക്കിലോട്ട് എഗെയിൻ നമ്മൾ ഈ വിരലിൽ പിടിച്ചിട്ട് വീണ്ടും ഫ്രണ്ടിലോട്ട് ബാക്കിലോട്ട്. ഞാൻ പറയുന്നതിനേക്കാട്ടിലും നിങ്ങൾക്കത് കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടെ എളുപ്പത്തിൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഇപ്പോൾ ഇത് ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. നമ്മളിത് ചെയ്ത് എക്സ്പീരിയൻസ് ആകുമ്പോഴാണ് നമുക്കത് ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുക. ഇത് കണ്ടോ? അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് ഉള്ള പ്ലീറ്റ്സ് കിട്ടും. ഇത് ശരിക്കും പറഞ്ഞാൽ ഒതുങ്ങി നിൽക്കുന്ന കുഞ്ഞ് പ്ലീറ്റ്സാണ്. ഏകദേശം 6 to 7 പ്ലീറ്റ് കിട്ടി. എന്നിട്ട് നമ്മളൊരു സേഫ്റ്റി പിൻ വെച്ച് അതിനെ സെക്യൂർ ചെയ്തു. അതിനുശേഷം എൻ്റെ ഒരു സ്ഥിരം പരിപാടിയാണ് കേട്ടോ, ഈ കോട്ടൺ സാരിയൊക്കെ ആകുമ്പോൾ പ്ലീറ്റ് കറക്റ്റായിട്ട് കിട്ടാൻ ഞാൻ എൻ്റെ വീട്ടിലെ റെസ്റ്റ് റൂമിൻ്റെ വാതിലിൻ്റെ ഇടയിലേക്ക് ഇതിനെ കയറ്റി വെച്ച് നല്ല ടൈറ്റായിട്ട് ഹുക്ക് ഇടും. അതിനുശേഷം ഞാൻ വന്നിട്ട് ഓരോ പ്ലീറ്റ്സും വളരെ നീറ്റായിട്ട് അറേഞ്ച് ചെയ്യും. സോ പ്രീ പ്ലീറ്റ് ഒന്നും ചെയ്യാതെ അയൺ ബോക്സ് ഒന്നും യൂസ് ചെയ്യാതെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഡെയിലി യൂസിന് സാരി എടുക്കുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനിങ്ങനെ കുഞ്ഞു പ്ലീറ്റ്സ് വെച്ച് നമ്മൾ മുകളിൽ തൊട്ട് താഴേക്ക് വരെയുള്ള പ്ലീറ്റ്സിന് വളരെ നീറ്റായിട്ട് അറേഞ്ച് ചെയ്യും. കോട്ടൺ സാരി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വൈകുന്നേരം വരെ അതുപോലെ തന്നെ നിന്നോളൂ കേട്ടോ. സാരിയുടെ പ്ലീറ്റ്സ് എല്ലാം നല്ല ക്രമമായിട്ട് അറേഞ്ച് ചെയ്തതിന് ശേഷം ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് എഗെയിൻ നമ്മളതിനെ സെക്യൂർ ചെയ്യും. നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞുള്ളൊരു ഗുണം എന്ന് പറയുന്നത്, നമ്മൾ സാരി ഉടുത്ത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മളൊരു ട്രാവലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സാരി ടൈറ്റ് ആവുകയോ ലൂസ് ആവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പ്ലീറ്റ്സിനെ വെച്ച് നമുക്കതിനെ വീണ്ടും എഗെയിൻ ടൈറ്റ് ചെയ്യാനൊക്കെ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ ബ്ലൗസിൽ കുറച്ച്, അതായത് ലെഫ്റ്റിലോട്ട് ഒരു തരി നീക്കി വെച്ചിട്ടാണ് ഞാൻ എപ്പോഴും സേഫ്റ്റി പിൻ കുത്തി കൊടുക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം കുത്തിയിട്ടുള്ള സേഫ്റ്റി പിൻ ഞാൻ പ്ലീറ്റിൽ നിന്ന് അഴിച്ച് മാറ്റാതെയാണ് രണ്ടാമത്തെ സേഫ്റ്റി പിൻ കുത്തുന്നത്. അതെന്തിനാണെന്നുള്ളത് ഈ വീഡിയോയുടെ എൻഡിൽ പറഞ്ഞുതരാം കേട്ടോ. അതിനുശേഷം നമ്മൾ ഓരോ പ്ലീറ്റ്സ് എടുത്തിട്ട് വളരെ നീറ്റായിട്ട് നല്ലോണം വലിച്ച് ടൈറ്റാക്കി അറേഞ്ച് ചെയ്ത് വയ്ക്കും. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫ്രണ്ടിലത്തെ പ്ലീറ്റ്സ് ഉണ്ടല്ലോ, അത് ഏറ്റവും കുഞ്ഞാക്കി നമ്പർ ഓഫ് പ്ലീറ്റ്സിൻ്റെ എണ്ണം കൂട്ടി വളരെ നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാരി ഉടുത്ത് കാണുമ്പോൾ അതൊരു പ്രത്യേക ഭംഗിയാണ്. കോട്ടൺ സാരി ആയതുകൊണ്ട് നമുക്ക് കൈകൊണ്ട് തന്നെ നല്ല വലിച്ചു പിടിച്ച് അറേഞ്ച് ചെയ്യാനായിട്ട് ഈസിയാണ്. പക്ഷേ നമ്മൾ ഇങ്ങനെ കൈകൊണ്ട് പിടിച്ചാൽ ഒതുങ്ങാത്ത സാരികളാണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും അയൺ ബോക്സ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം സ്വിച്ച് ഓഫ് ചെയ്ത് അതിനെ പ്ലഗ് ഔട്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മേലെക്കൂടെ ഓടിക്കും കേട്ടോ. അത് കുറച്ച് റിസ്കി പരിപാടിയാണ്. അത്യാവശ്യം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ പരിപാടിക്ക് നിൽക്കാവൂ, അല്ലെങ്കിൽ പൊള്ളിപ്പോവും കേട്ടോ. ഇതാ കണ്ടോ, നമ്മൾ നല്ല നീറ്റായിട്ട് പിടിച്ച് കഴിഞ്ഞാൽ പ്ലീറ്റ്സ് നല്ല ഭംഗിയിൽ കിട്ടും. അതിനുശേഷം ഒരു ചുറ്റിച്ചെടുത്തിട്ട് നമ്മുടെ ഹിപ്പിൻ്റെ അവിടെയുള്ള പ്ലീറ്റ്സ്, അതായത് നമ്മളിപ്പോൾ പുതിയൊരു ട്രെൻഡാണ് ഹിപ്പിൻ്റെ അവിടെ കുറച്ച് പ്ലീറ്റ്സ് പിടിക്കുന്നത്, അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അത് വളരെ ഈസിയാണ്. ആദ്യം ഒരു പിൻ ചെയ്തതിന് ശേഷം ഞാൻ നല്ല ടൈറ്റായിട്ട് കുറച്ച് സാരി മുകളിലോട്ട് പുള്ളിയും. അപ്പം നമുക്ക് കോട്ടൺ സാരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല ഭംഗിയിൽ ആ പ്ലീറ്റ്സ് അറേഞ്ച് ആയി കിട്ടും. ഞാൻ ഏകദേശം 3, 4, 5 അത്ര പ്ലീറ്റ്സൊക്കെയാണ് പിടിക്കാറ്. അതിനുശേഷം എഗെയിൻ വീണ്ടും ഒരു സേഫ്റ്റി പിൻ അവിടെ ചെയ്ത് കൊടുക്കും. അണ്ടർസ്കേർട്ടിലോട്ട് നമ്മൾ ചേർത്തിയാണ് ഇവിടെ പിൻ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ടൈറ്റായിട്ട് നമ്മൾ സൈഡ് പ്ലീറ്റ്സ് പിടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കാണുമ്പോൾ നമ്മുടെ സാരി നല്ല ഒതുങ്ങിയതായിട്ടും നമ്മൾ കുറച്ച് തടിയൊക്കെ കുറഞ്ഞ് നല്ല ഷേപ്പൊക്കെ തോന്നിക്കാൻ ഇത് ഹെൽപ്ഫുള്ളായിരിക്കും. അതിനുശേഷം നമ്മൾ ചെസ്റ്റിലുള്ള പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്ത പോലെ തന്നെ ഈ സൈഡ് ഹിപ്പിലുള്ള പ്ലീറ്റ്സും ഓരോന്നായിട്ട് മടക്കി ഇതുപോലെ നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. എനിക്കിവിടെ ഏകദേശം 4 സൈഡ് പ്ലീറ്റ്സ് ആണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. സോ ഇതും നമുക്ക് വളരെ നീറ്റായിട്ട് അറേഞ്ച് ചെയ്യാം. ഇനി നമുക്ക് ഫ്രണ്ടിലേക്കുള്ള പ്ലീറ്റ്സ് പിടിക്കാൻ നോക്കാം. ഫ്രണ്ടിലേക്കുള്ള പ്ലീറ്റ് പിടിക്കുമ്പോൾ നമ്മൾ ഏകദേശം മുന്താണിയുടെ പ്ലീറ്റ് പിടിച്ച അതേ ടെക്നിക്ക് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ 2 വിരലിൻ്റെ ഇടയിൽ നമ്മൾ ആദ്യത്തെ പ്ലീറ്റ് പിടിക്കുന്നു, പിന്നെ നമ്മുടെ ചൂണ്ടുവിരലിൻ്റെയും മിഡിൽ ഫിംഗറിൻ്റെ ഇടയിലേക്ക് പിടിച്ചാണ് പ്ലീറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ പ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുഞ്ഞായിട്ട് വളരെ നീറ്റായിട്ടുള്ള ഒരു 5 പ്ലീറ്റെങ്കിലും മിനിമം കിട്ടണം കേട്ടോ. കുറച്ച് തടിയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ 5ൽ കുറവ് പ്ലീറ്റ്സ് ആയിരിക്കും കിട്ടുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാരി ഉടുക്കുമ്പോൾ അതിൻ്റെ ഭംഗി പൂർണ്ണമായിട്ടും കിട്ടില്ല. അങ്ങനെയുള്ള ആൾക്കാർ സാരി ഉടുക്കാൻ തുടങ്ങുന്നിടത്ത് ഒരു 1/4 മീറ്ററോ 1/2 മീറ്ററോ തുണി എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അവർക്ക് ഫ്രണ്ടിൽ പ്ലീറ്റ് പിടിക്കുമ്പോൾ ഏകദേശം 5 പ്ലീറ്റ്സിൻ്റെ അടുത്ത് നമുക്ക് കിട്ടും. കാരണം ഇപ്പോൾ വരുന്ന മിക്ക സാരിക്കും ഫ്രണ്ടിൽ നിന്ന് ബ്ലൗസ് പീസ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വിചാരിച്ച പോലെ പ്ലീറ്റ് ഫ്രണ്ടിൽ കിട്ടുന്നില്ല കേട്ടോ. എൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് പഠിച്ച ഒരു ടിപ്പാണ്, അമ്മ ഏത് സാരി എടുക്കുകയാണെന്നുണ്ടെങ്കിലും ബ്ലൗസ് പീസ് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ആ ബ്ലൗസ് പീസിൻ്റെ അത്ര തന്നെ കണക്കിന് ഒരു 2x2ൻ്റെയോ അല്ലെങ്കിൽ ഒരു സൺക്രീപ്പിൻ്റെയോ ഒരു മെറ്റീരിയൽ സെയിം കളർ അതിൻ്റെ കൂടെ ആഡ് ചെയ്യും. പിന്നെ ഇതുപോലെ ലാസ്റ്റ് പ്ലീറ്റ് ഉണ്ടല്ലോ, അത് നല്ല വീതിയിലെടുക്കണം. അതായത് 2 പ്ലീറ്റിനെ കണക്കാക്കിയിട്ട് നല്ല വീതിയിലെടുക്കണം. അങ്ങനെ ആകുമ്പോൾ ഒരു ഗുണം എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ നടക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ആ പ്ലീറ്റ് കാല് തട്ടി
ഇങ്ങനെ മാറിപ്പോവില്ല. അതിനുശേഷം വീണ്ടും ഇവിടെ ഒരു സേഫ്റ്റി പിൻ ചെയ്യണം. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് പെട്ടെന്നൊക്കെ എവിടെയെങ്കിലും നടക്കുകയോ ഇരിക്കുകയോ എഴുന്നേക്കുകയോ കാറിൽ നിന്ന് ഇറങ്ങുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സാരി പെട്ടെന്ന് അഴിഞ്ഞു പോകാതിരിക്കാൻ ഇത് ഹെൽപ്ഫുള്ളായിരിക്കും. കോട്ടൺ സാരി ആയതുകൊണ്ട് തന്നെ നമ്മളൊന്ന് ജസ്റ്റ് അറേഞ്ച് ചെയ്ത് പിടിച്ചാൽ തന്നെ പ്ലീറ്റ് കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് ആരുടെയും ഹെൽപ്പൊന്നും ഇല്ലാതെ ഫ്രണ്ട് പ്ലീറ്റ്സ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഈ മേലെ സേഫ്റ്റി പിൻ കുത്തിയ ശേഷം നമ്മളുടെ റൈറ്റ് ഹാൻഡിൽ ആ പ്ലീറ്റ്സിനെ മേലേക്ക് പൊക്കി പിടിക്കണം. എന്നിട്ട് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് നമ്മളിപ്പോൾ വേറൊരാളുടെ സാരി അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന പോലെ തന്നെ നമ്മുടെ സാരിയുടെ ഫ്രണ്ടിലുള്ള പ്ലീറ്റ്സ് നമുക്ക് തന്നെ നല്ല ഈസി ആയിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാനീ ചെയ്യുന്നത് നിങ്ങൾക്ക് ആദ്യമായിട്ട് കാണുമ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സംഭവമൊക്കെ ആയിട്ട് തോന്നും, ഇങ്ങനെ ഫ്രണ്ടിലെ പ്ലീറ്റ്സ് നമ്മൾ സ്വയം അറേഞ്ച് ചെയ്യുന്നത്. പക്ഷേ ഇത് വിചാരിക്കുന്ന അത്ര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല. 1-2 വട്ടമൊക്കെ ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വർക്കൗട്ട് ആവും കേട്ടോ. കോട്ടൺ സാരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്ലീറ്റ്സ് നല്ല ഭംഗിയിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ വൈകുന്നേരം വരെയൊക്കെ ഒതുങ്ങി കിടക്കുകയുള്ളൂ. ഫ്രണ്ടിലത്തെ പ്ലീറ്റും പറഞ്ഞ പോലെ നല്ല ഭംഗിയിലാണെങ്കിൽ മാത്രമേ സാരി ഉടുത്ത് നടന്നു വരുമ്പോഴൊക്കെ കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. ഈ പ്ലീറ്റ്സ് എല്ലാം വീണ്ടും ക്രമമായിട്ട് പിടിച്ചതിന് ശേഷം നല്ലോണം നല്ല ടൈറ്റായിട്ട് നമ്മൾ പണ്ട് നമ്മുടെ അമ്മമാരൊക്കെ സാരി സ്റ്റാർച്ച് ചെയ്യുമ്പോൾ അങ്ങനെ വലിക്കില്ലേ, അതുപോലെ നല്ലോണം അങ്ങനെ വലിച്ചു കൊടുക്കണം. അതിനുശേഷം വീണ്ടും ഒന്നിങ്ങനെ നമ്മൾ കൈകൊണ്ട് തന്നെ ഒന്ന് കോതി വിടണം. അതിനുശേഷം കറക്റ്റായിട്ട് നമ്മുടെ ബോഡിയുടെ മിഡിലായിട്ട് വരുന്ന പാർട്ടിൽ, അതായത് ബെല്ലി ബട്ടൻ്റെ കറക്റ്റ് മിഡിലായിട്ട് വേണം നമ്മൾ സാരി ഉള്ളിലേക്ക് കുത്താനായിട്ട്. കണ്ടോ, ജസ്റ്റ് കറക്റ്റ് മിഡിലിൽ നമ്മുടെ ശരീരത്തിൻ്റെ പകുതിയിൽ. നമ്മളെപ്പോഴും കുത്തുമ്പോൾ എന്തുണ്ടാവും അറിയോ, ആ പ്ലീറ്റിൻ്റെ പകുതിയാണ് നമ്മൾ കൊണ്ടുവന്ന് കുത്തുന്നത്. ഒരിക്കലും അങ്ങനെയല്ല ചെയ്യേണ്ടത്. സാരിയുടെ പ്ലീറ്റ് കുത്തേണ്ടത് കറക്റ്റ് ബെല്ലി ബട്ടൻ്റെ ആ മിഡിൽ ലൈനിലാണ് നമ്മൾ കുത്തേണ്ടത്. അപ്പോഴാണ് ഈ സൈഡിലെ പ്ലീറ്റൊക്കെ നല്ല ഭംഗിയിൽ കാണാനും സാരി നല്ല നീറ്റായിട്ടിരിക്കാനൊക്കെ ഭംഗി ഉണ്ടാവുള്ളൂ. അതിനുശേഷം ഈ വരുന്ന എക്സ്ട്രാ മെറ്റീരിയൽ ഉണ്ടല്ലോ, അതിനെ നമ്മൾ ഇങ്ങനെ ചുരുട്ടി കൂട്ടിയൊന്നും അവിടെ സൈഡിൽ കുത്തരുത്. അതിനെ നല്ല നീറ്റായിട്ട് ബാക്കിലേക്ക് വലിച്ച് ബാക്കിലേക്ക് പ്ലീറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ആ സാരിയുടെ ഇത് ടക്കിൻ ചെയ്യാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ലെഫ്റ്റിലും റൈറ്റിലും ഒക്കെ തടി കൂടുതലായിട്ട് തോന്നിക്കും കേട്ടോ. അതിനുശേഷം ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഞാൻ ഈ സാരിയുടെ പിന്ന് ഇവിടെ നിന്ന് ഊരുന്നില്ല എന്ന് പറഞ്ഞില്ലേ, അതിന് വേണ്ടിയാണ്. സാരി എല്ലാം ഉടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഈ പ്ലീറ്റ്സിൽ ചെറിയ ലൂസ് ആൻഡ് ടൈറ്റൊക്കെ വരും. അപ്പം നമുക്കിവിടെ ഓൾറെഡി ഒരു പിന്നുള്ളത് കൊണ്ടും നമ്മൾ നമ്മുടെ മെയിൻ പിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ സാരിയുടെ പ്ലീറ്റ്സ് പുറത്ത് വരാത്തത് കൊണ്ടും ഒരു പിന്ന് മാത്രം അഴിച്ചിട്ട് നമ്മൾ വീണ്ടും സാരി നല്ലോണം ടൈറ്റ് ചെയ്തതിന് ശേഷം എഗെയിൻ വന്നിട്ട് നമ്മൾ ആ പിന്നൊന്നും കൂടെ ടൈറ്റ് ചെയ്തിട്ട് കുത്തണം കേട്ടോ. ഇപ്പോൾ കണ്ടോ, സാരി നല്ല നീറ്റായിട്ട് പ്ലീറ്റ് ചെയ്ത് സൈഡ് പ്ലീറ്റും എല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ സാരി ഡ്രിപ്പിംഗ് കൊച്ചു കൊച്ചു ട്രിക്സ് എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതൊരു ചന്തേരി സിൽക്കും കോട്ടനൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു നല്ല അടിപൊളി സാരിയാണ്. ഞാൻ ഈ സാരി പെയർ ചെയ്തിട്ടുള്ളത് നമ്മുടെ സ്വർണ്ണകമലം എന്നുള്ള ഒരു കരിമണിമാലയുടെ പിന്നെ ഒരു ചെറിയൊരു കമ്മലും വെച്ചിട്ടാണ്. പിന്നെ ഈ സാരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജും കോൺടാക്ട് നമ്പറൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സാരിയാണ് കേട്ടോ. ബ്ലൗസ് പിന്നെ ഞാൻ കോമൺ ആയിട്ട് എൻ്റെ വാർഡ്രോബിൽ എപ്പോഴും ഒരു ബ്ലാക്ക് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കാറുണ്ട്. ചെറുതായിട്ട് ഹൈനക്കുള്ള ബ്ലൗസാണ്. ഈ അടുത്തൊക്കെ ആയിട്ട് എനിക്ക് ഹൈനക്കുള്ള ബ്ലൗസസ് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. വളരെ സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ട് നമുക്കൊരു ഓഫീസിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൊച്ചു ഫംഗ്ഷനോ ഒക്കെ വളരെ നീറ്റായിട്ട് എടുത്തു പോകാൻ പറ്റുന്ന ഒരു സാരിയാണ്. ഈ മസ്റ്റർഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ ഒരു സാരി പണ്ട് എൻ്റെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെയും അമ്മയുടെയും ഒരു വൺ ഓഫ് ദ ഫേവറേറ്റ് കോമ്പിനേഷനാണ് ഈ ബ്ലാക്ക് ആൻഡ് മസ്റ്റർഡ്. സോ ഞാനിങ്ങനെ അന്വേഷിച്ച് നടക്കുമായിരുന്നു എവിടെയാണ് നല്ല ബ്ലാക്ക് ആൻഡ് മസ്റ്റർഡ് സാരി കിട്ടുക എന്നുള്ളത്. ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം പേജിൽ ഇവരുടെ സാരി കണ്ടപ്പോൾ തന്നെ ഞാൻ അവർക്ക് ടെക്സ്റ്റ് ചെയ്തു. 1 വീക്കിനകത്ത് തന്നെ ഡെലിവറിയും കിട്ടി. ഈ സാരി നമുക്ക് 1 ലെയർ ആയിട്ട് ഇട്ട് കഴിഞ്ഞാലും ഒത്തിരി ട്രാൻസ്പെറൻ്റ് ഒന്നുമല്ല. ഹാൻഡ് വാഷ് ചെയ്യാനും നമ്മുടെ വീട്ടിൽ തന്നെ അയൺ ചെയ്യാനൊക്കെ പറ്റുന്ന സാരിയാണ്. സോ ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മൾ ചെയ്ത ഈ യൂട്യൂബ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുള്ളായെന്ന് കരുതുന്നു. ഇനി എങ്ങനത്തെ സാരി വീഡിയോസാണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളതെന്ന് കമൻറ്റിൽ പറയാൻ മറക്കരുത്. പിന്നെ ഈ ടിപ്സും ട്രിക്സൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസും എൻ്റെ അടുത്ത് കമൻറ്റിലോ ഇൻസ്റ്റാഗ്രാം DMലൊക്കെ പറയാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇനി എപ്പോഴെങ്കിലും ഒരു യൂട്യൂബ് വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ ടാറ്റാ ബൈ.